ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ നൊയമ്പ് കാലം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ നൊയമ്പ് കാലത്തിൽ ഒരു വാട്ടയിറ്റിൻ്റെ ടേക്ക് ഉണ്ടായിരുന്നു. രാവിലെ നമ്മളൊരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു, അതെടുക്കാനാ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം എൻ്റെ തല സ്ട്രൈക്കായി. ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇപ്പം നമ്മൾ കുറച്ച് ഈന്തപ്പഴം വീട്ടിലുണ്ടായി, അത് കഴിക്കാൻ നേരി കുറച്ച് ഇതൊക്കെ അപ്പം കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ, വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഞങ്ങളുടെ പട്ടിക്കുഞ്ഞുങ്ങൾ, ഒരെണ്ണം പൂപ്പി ഒരെണ്ണം തുമ്പി. കോവയ്ക്കയും മാങ്ങയും ചാറുകറിയും ചക്കക്കുരിയും ചീര ഉരത്തിയതും ചോറിൻ്റെ കൂടെ കഴിച്ച്. അതിന് കുറച്ച് നേരം നമ്മൾ ചായയും റസ്ക്കും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളിന്ന് കടയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളുള്ള ഭക്ഷണം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് രാവിലത്തെ കറികളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിതേപോലെ പാക്ക് ചെയ്ത് സ്കൂളിലൊക്കെ പണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പോലെ കേട്ടോ ഭക്ഷണം കൊണ്ടുപോയത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ കോവയ്ക്കയും മാങ്ങയും കൂടി ചാറുകറി വെച്ചതായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ ചെമ്മീനും മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അതുകൂടാണ്ട് നമ്മൾ ചോറ്റും പാത്രത്തിൻ്റെ അകത്താണെങ്കിൽ കപ്പയും കടല ഉലത്തിയതുണ്ടായിരുന്നു. അതുകൂടാണ്ട് എൻ്റെ പാത്രത്തിനുള്ളിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ചക്കക്കുരുവും ചീരയും കൂടി ഉലത്തിയത് വെച്ചിട്ടുണ്ടായിട്ടാണ്. പിന്നെ നൊയമ്പെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ ക്രിസ്ത്യനാണ്. അപ്പോൾ ഈസ്റ്റർ അനുബന്ധിച്ചുള്ള ഞങ്ങളുടെ വലിയ നോമ്പാണ്. പിന്നെ വൈകുന്നേരം ഒരു പത്തിരി കഴിച്ചു. പിന്നെ അനിയനാണ് ഉള്ളിവട കഴിച്ചത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ രാത്രി ഇതൊക്കെയായിരുന്നു കറി, സോയാബോളും ഇതും